മാളികപ്പുറത്തിലെ എൻ്റെ അജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്തതാണ്. ഈസി ആയിട്ട് പോയി മരിച്ചു. ഈസി ആയിട്ട് പോയി മരിച്ചു. അതായത് ഒരു പ്രിപ്പറേഷനും ഇല്ല. എനിക്ക് കഥ അറിയാം, സീൻസ് ഇവർ തലേദിവസം എനിക്ക് തരുമായിരുന്നെങ്കിലും നേരത്തെ തന്നിരുന്നു. അത് തലേദിവസം ഒന്ന് വെറുതെ നോക്കിയിട്ട് ഞാൻ പിറ്റേ ദിവസം പോയി അവിടെ അങ്ങ് പെർഫോം ചെയ്യുമായിരുന്നു. പക്ഷെ ചില സിനിമകൾ കുറച്ചധികം ബുദ്ധിമുട്ടി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ഉള്ളിലുള്ള ഒരു ആളല്ല അതിനകത്തെ ക്യാരക്ടർ. അയാള് ഡാൻസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഡാൻസ് മാത്രമല്ല, പിന്നെ റോഷൻ ചേട്ടന് വളരെ നിർബന്ധമാണ് പ്രോംപ്റ്റിംഗ് ഇല്ല എന്നുള്ളത്. സോ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഡയലോഗ്സ് ഒക്കെ കറക്റ്റായിട്ട് നമ്മളത് പഠിച്ച് പറയണം. പിന്നെ അത് കുറച്ച് ഡിഫിക്കൽട്ട് ക്യാരക്ടർ ആയിരുന്നു. ഹിസ് ബോഡി ലാംഗ്വേജ് എവറിത്തിങ് അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ റോഷൻ ചേട്ടൻ കുറച്ചുകൂടെ ഈസിയാക്കി തന്നു കാര്യം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വളരെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കാരണം. പക്ഷേ അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സ് അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് ചെയ്യാൻ. ഡ്രൈവിംഗ് ലൈസൻസ് വളരെ ഈസി ആയിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തൊരു സിനിമ ഇതാ മാളികപ്പുറം പോലെ തന്നെ. പക്ഷെ നേരെ മറിച്ച് ആൻഡ്രോയിഡ് കുഞ്ഞപ്പള്ളിയിലെ പ്രസിഡന്റ് ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചതാണ് ആ ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോൾ. അത് നമുക്ക് സ്ക്രീനിൽ നമുക്കത് ഫീൽ ചെയ്യില്ല. സ്ലാങ്, പിന്നെ സിങ് സൗണ്ട് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് അഭിനയിച്ച സിനിമ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ്. പക്ഷേ യു ഗോട്ട് ഗുഡ് റെസ്പോൺസ്. ഗുഡ് റെസ്പോൺസ്.